രണ്ടു താവഴികളും ഇപ്പോൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. ചിമ്പാൻസികൾ അതിനിടയിൽ രണ്ടു താവഴികളായി പിരിഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടു തരം ചിമ്പാൻസികൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. മനുഷ്യൻ ഒരു താവഴി. അത് വേണമെങ്കിൽ കണക്കിലെ ഒരു കളിയാണ് എന്ന് പറയാം. നമ്മൾ നമുക്ക് മാത്രമായി ഹോമോ എന്ന പേരിൽ ഒരു ജീനസും സാപ്പിയൻസ് എന്ന പേരിൽ ഒരു സ്പീഷീസും സൃഷ്ടിച്ചു. ഹോമോ എന്ന ജീനസിൽ മനുഷ്യനെ കൂടാതെ ഇന്നു ജീവിച്ചിരിക്കുന്ന മറ്റൊരു ജീവിയെയും നമ്മൾ കൂട്ടിയിട്ടില്ല. ഹോമോയിൽ കൂട്ടുന്നത് ഫോസിലായി പോയ നമ്മുടെ പൂർവികരെ മാത്രമാണ്. മനുഷ്യനെ ശരിക്കും ചിമ്പാൻസികളുടെ പാൻ എന്ന ജീനസിൽ പെട്ട മൂന്നാമത്തെ ഒരു സ്പീഷീസായാണ് കണക്ക് കൂട്ടേണ്ടതെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. അഥവാ രണ്ട് ചിമ്പാൻസി സ്പീഷീസുകളും ഹോമോ ജീനസിൽ പെട്ട രണ്ട് സ്പീഷീസുകളാണ് എന്നും പറയാം. ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിൽ വന്ന് ഇവിടെയുള്ള ജീവജാലങ്ങളെ വർഗീകരിച്ചാൽ മനുഷ്യരെയും ചിമ്പാൻസികളെയും മിക്കവാറും ഒരേ ജീവികളുടെ വ്യത്യസ്ത രൂപങ്ങളായിരിക്കും പരിഗണിക്കുക. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനുഷ്യവർഗം, കുരങ്ങുവർഗം അങ്ങനെ കൃത്യമായി വേർതിരിക്കുന്നതിൽ വലിയ കഥയില്ലെന്നും കുറെയൊക്കെ അത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനായി അങ്ങനെ പേരിട്ട് വിഭജിക്കുന്നതാണ് എന്നും മനസ്സിലായില്ലേ? ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞരുടെ ഇടയിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും അടിസ്ഥാന നിയമങ്ങൾ പ്രകാരം ജീവൻ ഉണ്ടായേ തീരൂ എന്നാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുമ്പോൾ വെള്ളം ഉണ്ടാകുന്ന പോലെ സ്വാഭാവികമായ ഒന്നാണ് വളരെ സങ്കീർണമായ ചില തന്മാത്രകൾ കൂടിച്ചേരുമ്പോൾ ജീവൻ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്ന് അറിയില്ലെങ്കിലും അത് വളരെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ് എന്ന് ഇവർ കരുതുന്നു. ഈ